ഹായ്, ഇന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കൊരു യാത്രയാണ്. തിരുമലക്കോവിലാണ് പോകുന്നത് കേട്ടോ. അത് മുരുകനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരാൾ മുരുകനെ കാണാൻ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ആമി റെഡിയായാൽ പിന്നെ വേഗം പോകണം കേട്ടോ. അപ്പോൾ വണ്ടി കാത്ത് നിൽക്കുകയാണ്. പങ്കും റെഡിയായി സെറ്റായി നിൽക്കുകയാണ്. 2:30-ക്ക് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ 2:30-ഒക്കെ ആയപ്പോഴാണ് റെഡിയായി തുടങ്ങിയത്. അവർ വന്നപ്പോൾ ഒരു 3:30-ഒക്കെ കഴിഞ്ഞ് കാണും. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അവർ വന്നു എന്ന് വിളിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നടന്നു പോയി അവരുടെ കാറിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ കാറിൽ കയറുന്നവരെ ഞാൻ വീഡിയോസ് എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് സംഭവിച്ചൊക്കെ എനിക്കെപ്പോഴും സംഭവിക്കുന്നതാണ്. കാറിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരികയും തളർച്ച അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെപ്പോഴും ഉള്ളതുകൊണ്ട് നോർമലായിരുന്നു. പിന്നെ തെമ്മല ഇറങ്ങി ഒരു കാപ്പിയൊക്കെ കുടിച്ചപ്പോഴാണ് എനിക്കൊന്ന് എനർജി പവർ തിരിച്ചു വന്നത്. അപ്പം ഞാൻ പിന്നെയും വീഡിയോ എടുക്കാം സെറ്റായി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊരു വ്യൂ ഉള്ള സ്ഥലമായിരുന്നു ഇവിടെ. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ണിൽ കാണുന്ന അത്രയും കാഴ്ച നമുക്ക് ഫോണിൽ കൂടി പകർത്തി തരാൻ അത്രയും പറ്റില്ല. പിന്നെ എനിക്ക് പരിചയക്കുറവും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മഞ്ഞൊക്കെ ഇറങ്ങി നല്ല ക്ലൈമറ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാറിൽ കയറാനായിട്ട് പോവുകയാണ്. ഇനി ഇവിടെ നിന്നൊരു 22 കിലോമീറ്ററോ മറ്റേ ഉള്ളൂ അമ്പലത്തിലേക്ക് എത്താൻ. അപ്പോൾ പോകുന്ന വഴിയിൽ നേരത്തെ ഞാൻ വീഡിയോസൊന്നും എടുക്കാത്തത് കൊണ്ട് മാക്സിമം അമ്പലം എത്തുന്നത് വരെയുള്ള കവർ ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് വീഡിയോസൊക്കെ എടുക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തമിഴ്നാട്ടിലെ ആ ഒരു വീടിൻ്റെ സ്റ്റൈലുകളും ആ ഗ്രാമീണത കാണുമ്പോഴേ നമുക്കറിയാം തമിഴ്നാടാണെന്ന്. മലകളും മഞ്ഞുകളും ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കെല്ലാം ക്യാമറയിൽ അത്രയും പകർത്താൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ കണ്ണിനൊന്ന് ആസ്വദിച്ച് വരുമ്പോഴായിരിക്കും പെട്ടെന്ന് വീഡിയോ എടുക്കണമല്ലോ എന്ന് ആലോചിച്ച് ക്യാമറ എടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മഞ്ഞ് ഇപ്പുറത്തെ സൈഡിലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കാഴ്ച തന്നെയായിരുന്നു. എനിക്കിപ്പോൾ അത്യാവശ്യം ഓക്കെയാണ്. ഞാൻ AC ഒക്കെ ഇട്ടിരിക്കുമ്പോൾ എനിക്ക് നോർമലി അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അമ്പലം എത്തുന്നവരെ ഞാൻ നല്ല എനർജിയിലായിരുന്നു. നല്ല പാടങ്ങളും കാറ്റാടി യന്ത്രങ്ങളൊക്കെ കണ്ടാണ് പോകുന്നത്. അത്യാവശ്യം ഒത്തിരി നാളായി ഒരു ലോങ് യാത്രയൊക്കെ നടത്തിയിട്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തായിരുന്നു പോകുന്നത്. തെമ്മല എത്തുന്നത് വരെ ഒന്ന് ഡൗൺ ആയിപ്പോയി കേട്ടോ. അത്യാവശ്യം ആ ഒരു മേഘവും മഞ്ഞും മലയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. ഈ യാത്രകളൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഈ തെങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എത്രയോ നാൾ നമ്മളെ നാട്ടിൽ ഇങ്ങനെ തെങ്ങുകളും പാടങ്ങളും ഒന്നും ഇപ്പോൾ കാണാനില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ കണ്ണിന് അത്യാവശ്യം നല്ല കുളിർമയാണ് കേട്ടോ. മനസ്സിനൊരു സന്തോഷവും എല്ലാം കിട്ടുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ഡാം പോലെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ക്യാമറയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം ഓക്കെ ആയിട്ടിരിക്കുകയാണ്. ഇനിയും ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ടെമ്പിളിലേക്ക് എത്താൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വഴി അധികം അറിയാത്തത് കൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയായിരുന്നു പോയിരുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പച്ചപ്പാണ് കേട്ടോ. കണ്ടപ്പോൾ തന്നെ സന്തോഷം. നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡും ആ ട്രക്കറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അധികം സന്തോഷം തോന്നി. ഇവിടെ കൂടുതലും എനിക്ക് തോന്നുന്നു തെങ്ങാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അവിടെ എന്തോ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ചെറിയ വഴി ആയതുകൊണ്ടും കുറച്ച് ഒന്ന് ഡിലേ ആയി. നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടെമ്പിളിൽ ഉത്സവം നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അമ്പലത്തിലല്ല പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് വീഡിയോസ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇവിടെ ഇറങ്ങാൻ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ അവിടെയും കൂടി ഇറങ്ങി തൊഴുതിട്ടേ പോകുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും ഒരു 5-6 കിലോമീറ്ററോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ ഈ ഒരു അമ്പലം എത്തുന്നത് വരെ എനിക്ക് ഇത്രയും ഒരു വൈബുള്ള സ്ഥലമാണെന്നോ ഇത്രയും ഒരു ശാന്ത അന്തരീക്ഷമാണെന്നോ ഇത്രയും മലയുടെ മുകളിലാണെന്നോ ഒന്നും എനിക്കറിയുന്നില്ലായിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ബ്ലറായിപ്പോയി കേട്ടോ. എനിക്ക് കാറിലൊക്കെ ഇരിക്കുമ്പോൾ ക്യാമറ നോക്കിയാൽ അത്യാവശ്യം വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അത്രയും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കുന്നതിൽ അത്രയും ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ.
ജസ്റ്റ് പോകുന്ന വഴിയിൽ ഇങ്ങനെ എടുത്തു പോവുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പിന്നെ ആ ഒരു വൊമിറ്റിങ് ടെൻഡൻസിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് ഞാൻ അങ്ങ് ക്ഷീണിച്ച് പിന്നെ എനിക്ക് ഫോണിനോടോ സംസാരിക്കുന്നതിനോടോ അങ്ങനെ ഒന്നും താല്പര്യമില്ലാതായിപ്പോവും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് കുറച്ച് നേരമെങ്കിലും ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും അങ്ങോട്ട് വീഡിയോ എടുക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് എടുത്ത് ആ ഒരു രീതിയിൽ അങ്ങ് എടുത്ത് പോയത്. ക്യാമറ അത്യാവശ്യം ഞാൻ ശ്രദ്ധിച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് പോകുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ ഈ ഒരു തമിഴ്നാട് ആ ഒരു വീടിൻ്റെയും ടെമ്പിളിൻ്റെയൊക്കെ മോഡൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം തമിഴ്നാട് ആ ഒരു സ്റ്റൈലാണെന്ന്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒത്തിരി ചെറിയ കോവിലുകളുണ്ടായിരുന്നു. അവിടെയൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് നല്ലൊരു പാറ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കാണാൻ നല്ലൊരു ഫീലുണ്ടായിരുന്നു. അവിടെ ഇറങ്ങാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ലോങ്ങിലായിരുന്നു ആ പാറ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇതൊരു എൻട്രൻസ് ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ശരിക്കും അമ്പലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇനി ഇവിടെ നിന്നൊരു 5-6 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചെറിയ വഴി കൂടെ ആയിരുന്നു നമ്മൾ പിന്നെ പോയത് കേട്ടോ. ഇതൊരു ചെറിയൊരു ഒരു ഒരു കാട് പോലെ ആ ഒരു ഏരിയ ആണ്. അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡിലും ഇതുപോലെ മരങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ അമ്പലം എത്തിയിട്ടുണ്ട്. ഒരു പാറയുടെ മുകളിലാണ് കേട്ടോ അമ്പലം. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരി സ്റ്റെപ്പ് കയറി പോവുക എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അതിൻ്റെ മുകളിൽ വണ്ടി പോകും കേട്ടോ. പക്ഷെ നമ്മൾ നടന്ന് കയറുമ്പോഴാണല്ലോ ആ ഒരു ഫീല് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നടന്നിട്ടാണ് പോയിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് കുറച്ച് അമ്പലമാണല്ലോ, അപ്പോൾ അവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയാത്തത് കൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പോഴായിരുന്നു വീഡിയോസ് എടുത്തത്. അപ്പോൾ അവർ പോകുന്നുണ്ട്. ഒരു 6:45 ആ സമയമൊക്കെ ആയിക്കാണും. അത്യാവശ്യം നല്ല ഇരുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മഞ്ഞ് നന്നായിട്ടുണ്ട് മഴ ആയതുകൊണ്ട്. അപ്പോൾ നടന്നു പോവുകയാണ്. പങ്കുമാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. ആമി ഭയങ്കര അധികം എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. അവൾക്ക് സത്യത്തിൽ ആ ഒരു അന്തരീക്ഷം തണുപ്പ് അതൊക്കെ ഭയങ്കര അധികം ഇഷ്ടമായതുകൊണ്ട് അവൾ നല്ല എൻജോയ് ചെയ്തിരുന്നു. അവൾ മയിലിനെയൊക്കെ അവിടെ മുരുകൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹവും മയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറയായിരുന്നു മയിലിരിക്കുന്നു എന്നൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു സൈഡിലൊരു ചെറിയ കോവിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും നമ്മളൊന്ന് ജസ്റ്റ് തൊഴുതതിന് ശേഷം 7 മണിക്ക് ഒരു പൂജയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീഡിന് കയറുന്നത്. ഇപ്പോൾ ഒരു 6:50 ആയി കാണും. ഇനി പകുതി ദൂരം എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി കുറച്ചും കൂടി കയറാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓക്കെ ആയി. ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ നമ്മൾ ഇത്രയും നടന്ന് കയറി ഒരു ഡിസ്റ്റൻസ് ഒന്നും നമുക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്കും നല്ലതായിരുന്നു. കാറ്റും ഒരു സമാധാനവും ഒരു അന്തരീക്ഷവും നല്ലൊരു വൈബ് തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ എൻട്രൻസ് എത്തുന്നതിന് മുന്നേ ഇട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് പോവുകയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. ഫോണൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്ന പോലത്തെ കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കോവിലിൻ്റെ ഫ്രണ്ട്. അവിടെ എത്തിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് അകത്തേക്ക് കയറിയത്. അപ്പോൾ ഇതാ ഒരു ആൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഉള്ളിൽ കയറിയതിന് ശേഷം ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് സമാധാനമായി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ടെമ്പിളിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തത്. പിന്നെ ഇവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ആമിക്കും പങ്കുവിനും എടുത്ത് കൊടുത്ത് ഈ താഴത്തുള്ള ലൈറ്റുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അധികം നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഫുള്ള് ഞാനൊന്ന് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നടന്നു പോവുകയാണ് കേട്ടോ. നടന്നു പോയപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ കൂടെയുള്ള കിരൺ ചേട്ടനെ രമ്യനെ കാണാതായി. നമ്മൾ വിചാരിച്ചു എവിടെ പോയി എന്ന് ആലോചിച്ചിങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഫോണിൽ വിളിച്ചപ്പോൾ അവർ നമ്മൾ അവിടെ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്ന് വീഡിയോ എടുത്ത് തരാൻ ഞാൻ പങ്കുവിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഷോർട്ടായിട്ട് എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെ അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്ത് ഈ മുരുകൻ്റെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ട് പിന്നെ നമ്മൾ തൊഴുത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ജസ്റ്റ് നല്ല കാറ്റായിരുന്നു. അങ്ങനെ നടക്കുകയാണ്.
അപ്പോൾ ആമി വളരെയധികം സന്തോഷമായിരുന്നു കേട്ടോ. അവൾക്ക് അങ്ങനെ കരച്ചിലോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കുറച്ച് നേരം പങ്കു എടുത്തുകൊണ്ട് വന്നു. അപ്പോഴാണ് പിന്നീടാണ് നമ്മൾ അവരെ കാണുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ മാല, താലി ഇട്ടിരുന്ന മാല എന്തോ പൊട്ടിപ്പോകാറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നിന്നൊരു ചരട് വാങ്ങിച്ചിട്ട് താലി അതിലോട്ട് കോർത്തിടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ ആമി വരുന്നേ ഉണ്ടായിരുന്നില്ല. ആമി അവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു ഓടി 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 നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ദാ ആ ഒരു മാല മാറ്റി കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ ഒരു ലഡു മേടിച്ചപ്പോൾ എൻ്റെ പിറകെ ഉണ്ടായിരുന്നു. ദാ നന്നായി ആ മാല മാറ്റി വേറൊരു മാലയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഇടുന്നതിന് മുന്നായിട്ട് ഇത് കുറച്ച് കട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ നല്ല ലെങ്തിലാണ് ഈ നൂല് കിടന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു. അവരാണ് പിന്നെ ഹെൽപ്പ് ചെയ്ത് ഇത് മര്യാദയ്ക്ക് കെട്ടാൻ നമുക്ക് അറിയുന്നില്ലായിരുന്നു. അവർ നന്നായിട്ടൊക്കെ കെട്ടി നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു അവരുടെ കല്യാണമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും വന്ന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുകയാണ്. ആ ഒരു കല്യാണം കഴിഞ്ഞ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ആ ഒരു ഫാമിലി ഫുള്ള് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ മാലയൊക്കെ കെട്ടിയതിന് ശേഷം താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ കയറി വന്നത്. തിരിച്ച് റോഡ് വഴി പോകാമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഫാമിലി ൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്ത് എല്ലാവരും ബൈയൊക്കെ പറഞ്ഞു. ഭയങ്കര സ്നേഹമുള്ളൊരു ഫാമിലിയായിരുന്നു കേട്ടോ. അങ്ങനെ അവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് പിന്നെ കാറിലേക്ക് തന്നെ കയറാൻ പോവാണ് കേട്ടോ. എനിക്ക് പിന്നെ ടെൻഷനാണ്. കാറിൽ കയറുമ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഒന്ന് ഡൗണായി പോണത്. അല്ലാതെ ഓക്കെയാണ് ഞാൻ. അപ്പം നമ്മൾ ആ ബോർഡർ ചിക്കൻ, അവിടുത്തെ ഒരു പ്രധാന ഇതാണ് ബോർഡർ ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം സംഭവം കിട്ടി. അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല വാഴയിലയിലൊക്കെയാണ് അവർ സെർവ് ചെയ്യുന്നത്. ഞാനിത് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ പെട്ടെന്നാണ് ആലോചിച്ചത്. അങ്ങനെയാണ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വരാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിന് ശേഷം പിന്നെ എനിക്ക് വണ്ടി കയറിയിട്ട് പിന്നെയും പഴയതുപോലെ വോമിറ്റിംഗ് ടെൻഡൻസി എല്ലാം വന്നു. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് എത്തി വൊമിറ്റ് ചെയ്തു. പിന്നെ കിടന്ന് ഉറങ്ങുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്ത